പ്രിയമുള്ളവരെ, ഇന്ന് ജൂലൈ 12 ആരാധനാക്രമ വത്സരത്തിലെ കൈത്താക്കാലത്തിലെ ഒന്നാമത്തെ ഞായർ. കൈത്താക്കാലത്തിലെ ഒന്നാമത്തെ ഞായർ 12 സ്ലീഹന്മാരുടെ തിരുനാളായിട്ടാണ് തിരുസഭ ആഘോഷിക്കുന്നത്. ഇന്നത്തെ കുർബാന മധ്യ വായിക്കുന്ന 4 വായനകളിലും 12 എന്ന സംഖ്യയെക്കുറിച്ചുള്ള പ്രത്യേക പരാമർശമുണ്ട്. ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിൽ നിന്നാണ്. യാക്കോബിന്റെ 12 മക്കളെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യാക്കോബിന്റെ 12 മക്കളാണ് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളായി തീർന്നത്. ഇനി രണ്ടാമത്തെ വായന ജോഷുവയുടെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. ജനങ്ങൾ എല്ലാം ജോർദാൻ കടന്നു കഴിഞ്ഞപ്പോൾ, അവർ കനാൻ ദേശത്തെത്തിയപ്പോൾ ദൈവമായ കർത്താവ് ജോഷുവയോട് പറഞ്ഞു, എല്ലാ ഗോത്രത്തിൽ നിന്നും ഓരോരുത്തരെ വിളിച്ച് പുരോഹിതന്മാർ ജോർദാനിൽ നിന്ന സ്ഥലത്ത് നിന്ന് 12 കല്ലുകൾ എടുത്തു കൊണ്ടുവന്ന് നിങ്ങൾ താവളം അടിക്കുന്ന സ്ഥലത്ത് വയ്ക്കണം. ഇത് എന്തു സൂചിപ്പിക്കുന്നുവെന്ന് ഭാവിയിൽ നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ അവരോട് പറയണം, കർത്താവിന്റെ വാഗ്ദാന പേടകം നദി കടന്നപ്പോൾ ജോർദാനിലെ ജലം വിഭജിക്കപ്പെട്ടു. ഈ കല്ലുകൾ എക്കാലവും ഇസ്രായേൽ ജനത്തെ ഇക്കാര്യം അനുസ്മരിപ്പിക്കും. ഇനി മൂന്നാമത്തെ വായന വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിൽ നിന്നാണ്. 21-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങളിൽ സ്വർഗീയ ജെറൂസലേമിനെ യോഹന്നാൻ ശ്ലീഹായ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരിയായ ജെറൂസലേമിനെ എനിക്ക് കാണിച്ചു തന്നു. അതിന് ബൃഹത്തും ഉന്നതവുമായ മതിലും 12 കവാടങ്ങളും ഉണ്ടായിരുന്നു. ആ കവാടങ്ങളിൽ 12 ദൂതന്മാർ. കവാടങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരുന്നു. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അവയിന്മേൽ കുഞ്ഞാടിന്റെ 12 അപ്പസ്തോലന്മാരുടെ പേരുകളും. ഇനി നാലാമത്തെ വായന മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലാണ്. അവിടെയാണ് ഈശോ തന്റെ 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്ത് അവരെ ദൗത്യത്തിന് വേണ്ടി അയക്കുന്നത്. 12 പേരുടെ പേര് ചൊല്ലി ഈശോ വിളിക്കുന്നുണ്ട്. ഈ 12 പേരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു: നിങ്ങൾ വിജാതിയരുടെ അടുത്തേക്ക് പോകരുത്, സമരിയക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയുമരുത്. പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ. ഇവിടെ ഈശോ നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ചാണ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് നല്ല സുഹൃത്ത് ബന്ധങ്ങളാകാം, നല്ല സ്നേഹബന്ധങ്ങളാകാം, നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയാകാം, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന നന്മ പ്രവൃത്തികളാകാം. എന്തുമായിക്കൊള്ളട്ടെ, നഷ്ടപ്പെട്ടു പോയ ആ നല്ലതിനെ തിരിച്ചു പിടിക്കുവാനായിട്ട് നമുക്ക് ഈ കൈത്താക്കാലത്തിൽ പരിശ്രമിക്കാം. 12 സ്ലീഹന്മാരുടെയും പ്രത്യേകിച്ച് നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായുടെ അനുഗ്രഹവും പ്രാർത്ഥനകളും നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. 12 സ്ലീഹന്മാരുടെ തിരുനാളിന്റെ ആശംസകൾ.